ഹലോ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്ന് നമ്മളൊരു ചെറിയ യാത്ര പോവുകയാണ്. കൂടെ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ പേരുമായിട്ട് 2 വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്ന ആഴിമല ടെമ്പിളിലോട്ടാണ്. ടെമ്പിളും പിന്നെ ബീച്ചും ഒക്കെ ആയിട്ട് കാണാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ മറ്റേ കുണ്ടും കുഴിയുന്നില്ല, നല്ല റോഡായതുകൊണ്ടാണ് ഞാൻ അതും കൂടെ വീഡിയോ എടുത്തത്. നമ്മൾ പോകുന്നത് ഫസ്റ്റും ബീച്ചിലോട്ടാണ്. ബീച്ചിലോട്ട് പോകുന്ന വഴി തന്നെ ഭയങ്കര മനോഹരമാണ്. കുറച്ച് ഒരു ചെറിയ ഇടുക്ക് വഴി കൂടെ കയറിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തി. ഇതാണ് ആ വഴി. ഈ വഴി കുറച്ചധികം നടന്ന് പോകാനുണ്ട്. ഇറങ്ങുമ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ. ഭയങ്കര ചിരിച്ച് കളിച്ച് ജോളിയായിട്ടൊക്കെയാണ് ഇറങ്ങിയത്. ആ വഴി തന്നെ കണ്ടോ, വളരെ ചെറിയ വഴിയാണ്. വേറെ വഴി ഉണ്ടായിരിക്കും, പക്ഷേ എനിക്കറിയില്ല. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഈ വഴിയാണ് കാണിച്ചു തന്നത്. അതാണ് ഞങ്ങൾ ഈ വഴി കൂടെ പോകുന്നത്. ഞങ്ങൾ 4 പേരും കൂടെ നേരെ നോക്കുമ്പോൾ ബീച്ച് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ടായി. നല്ല കളറിൽ അടിപൊളിയായിട്ട് ബീച്ച് കിടപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കാണ് ഞങ്ങൾ ഈ പുറപ്പെടുന്നത്. വട്ടാണോ എന്ന് തോന്നിയ സംശയിക്കാറൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ ഒന്ന് ആ ബീച്ചും അവിടുത്തെ ഷിപ്പും ഒക്കെയാണ്. ഷിപ്പാണോ ബോട്ടാണോ? ഷിപ്പും ബോട്ടും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഇതിൻ്റെ ഒരു വ്യൂ കാണാൻ വേണ്ടി ഈ ചെറിയ പാറക്കെട്ടുകൾ കയറി അങ്ങ് മുകളിൽ പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ടൂറിസ്റ്റ് ഡ്രസ്സൊക്കെ ഇങ്ങനെ വിൽക്കാനിട്ടിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പം ഞങ്ങളതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകണം. ആ മുകളിലത്തെ വ്യൂ അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ പെട്ടെന്ന് ഓട്ടിച്ച് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ആ ഭംഗി മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. തൊട്ട് ബാക്കിൽ റിസോർട്ടൊക്കെയാണ്. അപ്പോൾ കുറേ സമയം അവിടെ ആസ്വദിച്ച് നിന്നിട്ട് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ആ മല കയറാൻ പോവുകയാണ്. നോരയും പതയും വന്ന ഗൈസ് കയറുന്ന പോലെയല്ല തിരിച്ചത് കണ്ടോ. ഞാൻ ഛർദ്ദിക്കുമെന്നുള്ള അവസ്ഥയിലെത്തി കേട്ടോ. അപ്പം വരണവർ ശ്രദ്ധിച്ചോ. അതെ, വെള്ളം കുടിഞ്ഞു. അതും കൂടെ ചുമക്കണം. അതൊരു ടാസ്ക്കാണ്. പറ്റുമെങ്കിലൊക്കെ കൊണ്ടുപോകാം. പോവാം. അടുത്ത ഡെസ്റ്റിനേഷൻ കയറ്റം ഇറക്കം ഇല്ലാത്ത എവിടെയെങ്കിലും പോവാം. അത് നല്ല രീതിയിൽ എൻ്റെ ഭർത്താവ് ട്രോളൊന്നും നിങ്ങൾ കേട്ടല്ലോ. അപ്പം അങ്ങനത്താണ് അവസ്ഥ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആഴിമലയിലോട്ടാണ് പോകുന്നത്. വെള്ളം കുടിക്കാണ്ട് ഒരു രക്ഷയില്ല, അനങ്ങാൻ പറ്റുന്നില്ല. വീഡിയോ എടുക്കാൻ പറ്റാത്തതാണ് അവസാനം കയറ്റമൊന്നും എടുക്കാണ്ടായത് കേട്ടോ. പിന്നെ ഒരു സ്ഥലത്ത് നിർത്തി ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് സോഡാ നാരങ്ങ വെള്ളം കുടിച്ചു. അപ്പോഴാണ് കുറച്ച് ജീവൻ വീണത് കേട്ടോ. അതുവരെ എനിക്കിങ്ങനെ ശ്വാസം നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആഴിമലയുടെ ആ വഴിയാണിത്, ടെമ്പിളിലോട്ട് പോകുന്ന വഴി. ഞാൻ കുറച്ചധികം വണ്ടികൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ എത്തി. അപ്പോൾ പാർക്ക് ചെയ്യാൻ കുറച്ച് സ്ഥലം ഇവിടെ ഉണ്ട്. എന്തുമാത്രം ഓട്ടോറിക്ഷയാണ് കിടക്കുന്നത്. അത്രമാത്രം ആൾക്കാരവിടെ വന്ന് പോകുന്നതിനാണ് അവിടെ തന്നെ ഇത്രയും ഓട്ടോറിക്ഷ ഉള്ളത്. അപ്പം ഞങ്ങൾ നേരെ നോക്കിയത് ആ ശിവൻ്റെ പകുതിയൊക്കെ കണ്ടു. ആ പാളെ കണ്ടതിൽ നേരെ ഞങ്ങൾ ഓടിപ്പോകുന്നുണ്ട്. കാരണം മുമ്പ് വരുമ്പോൾ ഇങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു അവിടെ. ഇപ്പോൾ കേവൊക്കെ, പുതിയ കേവ് ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അവിടെ വന്നിട്ടുണ്ട്. കുറച്ച് കൊത്തുപണികളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒന്നും പാടില്ല. ഫോണൊക്കെ ഇട്ട് പോകാൻ നമുക്കൊരു സഞ്ചിയൊക്കെ അവർ തരും. ഞാൻ എന്നിട്ടും കുറച്ച് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ അവിടുത്തെ ചേട്ടൻ എന്നെ കൈയോടെ പൊക്കി ഡിലീറ്റൊക്കെ ചെയ്യിപ്പിച്ചു. പിന്നെ നേരെ ഞങ്ങൾ മുകളിലെത്തി. അപ്പോൾ ആളുടെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് ഇറങ്ങി. അത്രയേ ഉള്ളൂ. ബൈ ബൈ.